ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു മണികണ്ഠനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മണികണ്ഠ, 2 ആഴ്ച കൊണ്ട് അനന്തംപിള്ളയുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, എന്തു പറ്റി? അത് രാജു, 2 ആഴ്ച കൊണ്ട് അയാൾ എന്നെ ഓഫീസിൽ ഇരുത്തിയിരിക്കുക. അതുകൊണ്ട് എന്താ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് എന്തായാലും രാജു, ഞാൻ അയാളുടെ വീട് വരെ പോകുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ രാജുവിനെ വിളിക്കാം. ശരി മണിക്കുട്ട, അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം പ്രതാപവർമ്മ വീട്ടിലിരുന്ന് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ധനസഹായമൊന്നും അല്ല നമ്പ്യാരെ. സൂര്യമംഗലത്തെ മഹാദേവവർമ്മ സാർ ഉള്ള കാലത്ത് അദ്ദേഹമായിട്ട് തുടങ്ങി വെച്ച ഒരു പദ്ധതി, അതും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മണ്ണന്നൂരിലെ ഗോത്രവർഗക്കാർക്കും ആദിവാസി സമൂഹത്തിന് വേണ്ടി മാത്രം. എല്ലാ കൊല്ലവും കൊടുക്കും. 10-25 കൊല്ലമായിട്ട് അത് ഇതുവരെയും മുടങ്ങിയിട്ടില്ല. താല്പര്യമുണ്ടെങ്കിൽ പോര്. പണ്ട് അവരുടെ കലാപരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ദിവസമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതാപൻ ഫോൺ കട്ട് ചെയ്തിട്ട് ശേഖരനോട് ചോദിക്കുന്നു, എന്താ ശേഖര ചേട്ടാ, ചേട്ടൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് ഇപ്പം ഞാനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചേട്ടൻ അംഗീകരിച്ച് തരണം. ശരി ശേഖര, നീ പറയും. ചേട്ടാ, ഓപ്പറേഷൻ ഇനി നീട്ടിക്കൊണ്ട് പോകരുത്. അത് നീളം തോറും വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് ചേട്ടൻ അറിയാവല്ലോ. എടാ ശേഖര, ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് കുറേ നാളേക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. മെറ്റൽ പ്രോസസ്സിനോ ബോൺ ഗ്രാഫ്റ്റിനോ ആയിരിക്കും ഡോക്ടർ പ്ലാൻ ചെയ്യുന്നത്. ഇതിനൊക്കെ നല്ല വിശ്രമം വേണം. അതെ ചേട്ടാ, വേണം ചേട്ടാ. വീണു പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തേ പറ്റൂ. നീ ഒന്ന് സമാധാനപ്പെടും ശേഖര. ആദ്യം ആ മണ്ണന്നൂരിലെ പരിപാടി ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ ആ അനന്തംപിള്ളയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് മതി ഓപ്പറേഷൻ. നീ വാ ശേഖര എന്നും പറഞ്ഞ് ശേഖരനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പ്രതാപൻ. അങ്ങനെ ശേഖരനും പ്രതാപനും കൂടെ ഡൈനിങ് ടേബിളിലോട്ട് വരുമ്പോൾ യാമിനി കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. പ്രതാപൻ യാമിനിയോട് ചോദിക്കുന്നു, യാമിനി ചേച്ചി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, വിളിക്കണോ? വിളിക്ക്. മണ്ണന്നൂരിലെ ഫംഗ്ഷൻ്റെ കാര്യം പറയാനാ, ഒന്ന് വിളിക്ക്. വിളിക്കാൻ ചേട്ടാ എന്നും പറഞ്ഞ് യാമിനി അംബികയെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അംബിക അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താ പ്രതാപ എന്നിങ്ങനെ അംബിക ചോദിക്കുമ്പോൾ, അവനെവിടെ ആ ദീപക്ക്? അവൻ എന്തോ കാര്യത്തിനായിട്ട് പുറത്തോട്ട് പോയിരിക്കുക. ഞാൻ ചേച്ചിയെ വിളിപ്പിച്ചതേ മണ്ണന്നൂരിലെ ഫംഗ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനായിരുന്നു. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തോ പറയാനാ പ്രതാപ? അതെല്ലാ കൊല്ലവും നടക്കുന്നതല്ലേ. ഇക്കൊല്ലം അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അതല്ല ചേച്ചി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ആരൊക്കെയാ വരുന്നതെന്നറിയാൻ. എന്തായാലും ഞാൻ വരും പ്രതാപ. ദീപക് വരുമെന്ന് തോന്നുന്നില്ല. അപ്പം ശേഖരൻ പറയാ, എല്ലാവരും പോയാൽ ഈ വീട്ടിലാരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനും യാമിനിയും വരുന്നില്ല. അപ്പോൾ ഞാനും രാജും ഋതുമോളും ചേച്ചിയും ഇത് വഴിപാട് പോലെ നടത്തുന്ന ഒരു പുണ്യകർമ്മമാണ്. പാവങ്ങളായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം. അംബിക വലിയ സന്തോഷത്തോടെ മനസ്സിൽ പറയുക, വിദ്യാഭ്യാസ സഹായം കഴിയുന്നതോടെ നീ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് പരസഹായം തേടി ഈ വീടിൻ്റെ മൂലയ്ക്ക് എവിടെങ്കിലും ഇരിക്കുവടാ. അത് ഞാൻ കാണുവടാ. സൂര്യമംഗലത്തുനിന്ന് അമ്മ വരുന്നുണ്ടോ യാമിനി? അതെനിക്ക് അറിയില്ല പ്രതാപേട്ട. എന്തായാലും ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ സൂര്യമംഗലത്തെ സരസ്വതി അമ്മയെ വിളിക്കുന്നുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ അംബിക വീണ്ടും സന്തോഷിക്കുക. അമ്മായി അമ്മയും മരുമോനെ ഞാൻ ശരിയാക്കി തരാം. ഈ സമയം രാജു ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ്. അവിടുത്തെ സിസ്റ്റേഴ്സിനോട് പറയുന്നു, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അവർ ചോദിക്കുന്നു, OP ടിക്കറ്റ് എടുത്തോ? ഇല്ല, ഇത് പേഴ്സണൽ കാര്യമാണ്. ഞാൻ പ്രതാപവർമ്മ സാറിൻ്റെ സണ്ണില്ലോയാണ്. ആണോ? എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് സിസ്റ്റർ അകത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ പോയി ഡോക്ടറോട് പറയുന്നുണ്ട്, വർമ്മ സാറിൻ്റെ സണ്ണില്ലോ വന്നിട്ടുണ്ടെന്ന്. അതിനെന്താ, വരാൻ പറ എന്നിങ്ങനെ ഡോക്ടറും പറയുവാണ്. സിസ്റ്റർ വന്ന് പറഞ്ഞ പ്രകാരം രാജു ഡോക്ടറെ കാണാനായിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. ഡോക്ടർ ഇരിക്കാൻ രാജുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, രാജുവിനെ എനിക്കറിയാം, സാറിൻ്റെ PAയും മരുമോനും അല്ലേ. ഡോക്ടറെ, ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വന്നതാ. വർമ്മ സാർ അറിയാതെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ രാജു, ചോദിച്ചോളൂ. അത് വർമ്മ സാർ ഇടയ്ക്കിടയ്ക്ക് സാറിനെ കാണാൻ വരുന്നുണ്ട്. എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ഞങ്ങൾക്ക് മക്കൾക്കും അറിയില്ല, സാറൊട്ട് പറയുന്നതുമില്ല. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഡോക്ടറെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഉള്ളിലെ ടെൻഷൻ കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. എന്തിനാണ് ഡോക്ടർ വർമ്മ സാർ ഇവിടെ വരുന്നത്? തൽക്കാലം ഈ രോഗവിവരം ആരും അറിയരുതെന്ന് വർമ്മ സാറിന് നിർബന്ധമുണ്ടല്ലോ എന്നിങ്ങനെ ഡോക്ടർ ആലോചിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. ഡോക്ടർ അങ്ങനെ മുഖത്തെ ആ ഭാവവ്യത്യാസമൊക്കെ മാറ്റിയിട്ട് പറയുക. അത് ഒരു വട്ടം വന്നത് പുള്ളി ഒന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത് വന്നത് പാർട്ടിയിലെ ഒരാൾക്ക് ധനസഹായത്തിന് വേണ്ടിയിട്ടാണ്. സാറിന് അസുഖമൊന്നും ഇല്ലല്ലോ, എനിക്കത് അറിഞ്ഞാൽ മതി. ഇല്ല, ഒരസുഖവും ഇല്ല. താങ്ക് യു ഡോക്ടർ എന്നും പറഞ്ഞ് രാജു അവിടുന്ന് എഴുന്നേൽക്കുവാണ്. രാജുവിനാകെ സംശയമുണ്ടെങ്കിലും രാജു അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് ഡോക്ടർ പെട്ടെന്ന് പ്രതാപന് ഫോൺ ചെയ്യുവാണ്. പ്രതാപനാണെങ്കിൽ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്താ ഡോക്ടർ? അത് സാറിൻ്റെ സണ്ണില്ല ഇവിടെ വന്നിരുന്നു. എന്തിനാ ഡോക്ടർ? അത് സാറിനുള്ള അതിര് കവിഞ്ഞ സ്നേഹം കൊണ്ടാ. പിന്നെ സാറിന് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുമാണ്.
ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല സാർ. എന്തായാലും നന്നായി. അവൻ തൽക്കാലം ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവനായിരിക്കും. ഏതായാലും ഡോക്ടറെ പറയാതിരുന്നത് നന്നായി. താങ്ക് യു സോ മച്ച് സാർ. അങ്ങനെ പറഞ്ഞ ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പ്രതാപൻ വളരെ സങ്കടത്തോടെ ഇങ്ങനെ കാറിലിരുന്ന് പോവുകയാണ്. ഈ സമയം അനന്തംപിള്ള ആർക്കോ ഫോൺ ചെയ്തിട്ട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടേ ചെയ്യാവൂ. അതെന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതെന്തായാലും അയാളെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടേ ചെയ്യാവൂ. അപ്പോൾ മണിക്കുട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തംപിള്ള ആക്ഷൻ കാണിക്കുന്ന അകത്തോട്ട് പോരാൻ. അങ്ങനെ മണിക്കുട്ടൻ അനന്തംപിള്ളയുടെ അടുത്തിങ്ങനെ നിൽക്കുവാണ്. അനന്തംപിള്ള അങ്ങനെ എന്തൊക്കെയോ ആരോടോ ഫോണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. മണിക്കുട്ടൻ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക് മണിക്കുട്ടനെ കണ്ടൊന്ന് ഞെട്ടുന്നു. അതുപോലെ മണിക്കുട്ടനെ ഞെട്ടുന്നു. ദീപക് ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. സാർ നമുക്കെന്നാ വൈകിട്ട് കാണാം എന്നും പറഞ്ഞ് മണിക്കുട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ദീപക്കാണ് ഇങ്ങനെ ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുവാണ്. അനന്തംപിള്ള ദീപക്കിനോട് ചോദിക്കുന്നു, എന്താ മോനെ ദീപക് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നത്? പോയവനെ എൻ്റെ അമ്മാവൻ പ്രതാപവർമ്മയുടെ ആളാ എന്നും പറഞ്ഞ് അനന്തംപിള്ള ചാടി എഴുന്നേക്കുവന്ന് രാജുവിൻ്റെ ഉറ്റ ഫ്രണ്ട് ഡാമിറ്റ് എന്നും പറഞ്ഞ് അലറുവാണ് അനന്തംപിള്ള. അവൻ എന്നെ ചതിക്കുമായിരുന്നില്ലേ ബ്ലേഡി റാസ്കൽ, വിടരുതവനെ, നീ ചെല്ലുമോനെ എന്നിങ്ങനെ അനന്തംപിള്ള ദീപക്കിനോട് പറയുവാണ്. എന്തൊക്കെയോ അനന്തംപിള്ള ദീപക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മണിക്കുട്ടനെ കൊല്ലുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ആ രീതിക്കുള്ള ദേഷ്യവും ആക്ഷനുമാണ് കാണിക്കുന്നത്. വെളിയിലോട്ട് ഇറങ്ങി നിന്ന് മണിക്കുട്ടൻ മനസ്സിൽ ആലോചിക്കുക, അനന്തംപിള്ളയോടൊപ്പം ദീപക് ഉണ്ടെന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് രാജുവിനെ അറിയിക്കണം. രാജുവിനെ അങ്ങനെ മണിക്കുട്ടൻ വിളിക്കുവാണ്. എന്താ മണിക്കുട്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദീപക് പതുക്കെ പുറകിൽ കൂടി വന്ന് മണിക്കുട്ടൻ്റെ തോളിലിങ്ങനെ കൈവച്ചിട്ട്, നീ രാജുവിൻ്റെ സ്പൈ വർക്കാണില്ലേടാ എന്നും പറഞ്ഞ് എടുത്തിട്ട് ഇടിക്കുവാണ് മണിക്കുട്ടനെ. മണിക്കുട്ടൻ്റെ കയ്യിലിരുന്ന ഫോണാണെ തെറിച്ച് പോയിട്ടുണ്ട്. രാജു ഹലോ ഹലോ എന്ന് പറയുവാണ്. എന്നെ ഇനി തല്ലരുതെന്നൊക്കെ മണിക്കുട്ടൻ പറയുന്നുണ്ടെങ്കിലും കൂടെ നിന്ന് ചതിക്കുമായിരുന്നില്ലേടാ എന്നും പറഞ്ഞ് ദീപക് മണിക്കുട്ടൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിച്ചുകൊണ്ട് അനന്തംപിള്ളയുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ്. രാജുവാണെങ്കിൽ എന്താ മണിക്കുട്ടൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ആ ഫോൺ അവിടെ താഴെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടികളും ഒക്കെ കയറി പോകുന്നുമുണ്ട്. രാജുവിനൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയത്? ഇനി ഫോൺ കംപ്ലൈൻ്റ് ആയതാണോ എന്നും പറഞ്ഞ് വീണ്ടും രാജു ആ ഫോണിലോട്ട് വിളിക്കുവാണ്. ദീപക് മണിക്കുട്ടനെ കൊണ്ടുവന്ന് അനന്തംപിള്ളയുടെ അടുത്തോട്ട് ഒരൊറ്റത്തള്ള്. ഡാമിറ്റ്, നീ എന്നെ ചതിക്കുമായിരുന്നില്ലടാ ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന്? ഇല്ല സാർ, ഞാൻ ചതിച്ചിട്ടില്ല. എൻ്റെ രഹസ്യങ്ങളൊക്കെ അവന് ചോർത്തി കൊടുക്കുമായിരുന്നു അല്ലേടാ? അല്ല സാർ, ഒരിക്കലും അല്ല സാർ. ചതി മാത്രം ഈ അനന്തംപിള്ള സഹിക്കില്ല. ചതിക്കുന്നവരെ വെറുതെ വിട്ട ചരിത്രവും ഇല്ല എന്നും പറഞ്ഞ് അനന്തംപിള്ള ഒരുപാടിട്ട് ഉപദ്രവിക്കുവാണ് മണിക്കുട്ടനെ. ദീപക്കും അനന്തംപിള്ളയും ചേർന്ന് മണിക്കുട്ടനെ ഉപദ്രവിക്കുവാണ്. അടിക്കാതെ സാർ എന്നൊക്കെ കരഞ്ഞു കൂവുന്നുണ്ട് മണിക്കുട്ടൻ. പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല. അവരിട്ട് അടിയോടടി തന്നെ മണിക്കുട്ടനെ. രാജു വീട്ടിൽ വന്നിട്ട് ഒരു സമാധാനമില്ല. മണിക്കുട്ടൻ്റെ ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയതെന്താ? എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടല്ലോ. ഈ സമയം ഋതിക അകത്തുനിന്ന് രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാജു ഒരു ആലോചനയല്ല ഋതു, ഒരു ടെൻഷനോ? എന്താ രാജു അതിൻ്റെ കാരണം? അതെ, മണിക്കുട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൻ മിസ്സിംഗ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതെന്താ രാജു അങ്ങനെ തോന്നാൻ കാരണം? അനന്തംപിള്ളയല്ലേ ഋതു എതിരാളി. രാജു വെറുതെ സംശയിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയതാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാമല്ലോ രാജു. അതെ, നമ്മൾ രണ്ടുപേരും വീട്ടിലോട്ട് ചെല്ലാൻ സാറ് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ രാജു ഋതിയോട് പറയുവാണ്. അതിനെന്താ രാജു, നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ഞാൻ പോയി റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഋതിക അകത്തോട്ട് ഓടിപ്പോവുകയാണ്. ഇനി ഞാൻ ആ ഡോക്ടറെ എങ്ങനെ പോയി കണ്ടത് സാറ് അറിഞ്ഞു കാണുമോ? നീ അതിനെക്കുറിച്ച് വല്ലതും ചോദിക്കാനായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ രാജു ചിന്തിക്കുവാണ്. പ്രതാപൻ യാമിനിയോടും ശേഖരനോടും പറയുന്നു, അപ്പം നാളത്തെ ഫംഗ്ഷന് നിങ്ങൾ രണ്ടുപേരും വരില്ലെന്നങ്ങ് ഉറപ്പിച്ചോ? യാമിനി പറയുക, അത് പ്രതാപേട്ട വീടൊക്കെ പൂട്ടിയിട്ട് വരണ്ടേ. ചേച്ചി എവിടെ? ചേച്ചിയെ കണ്ടില്ലല്ലോ. ചേച്ചി വരുന്നില്ലേ? ചേച്ചി വരുന്നെന്നും വരുന്നില്ലെന്നും ഒക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ ഞാൻ വരുന്നുണ്ട് പ്രതാപ എന്നും പറഞ്ഞ് അംബിക അങ്ങോട്ട് വരിക. പക്ഷേ ദീപക് വരുന്നില്ലെന്നാ പറഞ്ഞത്. അത് കേട്ടിട്ട് പ്രതാപൻ പറയാം, അതേതായാലും നന്നായി, വലിയൊരു തലവേദന ഒഴിവായി കിട്ടിയല്ലോ. പെട്ടെന്നൊരു സങ്കടം അഭിനയിച്ചുകൊണ്ട് അംബിക പറയാ, നീ എന്താ പ്രതാപ അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയും അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത്? എന്തൊക്കെയായാലും ഞാൻ അവനെ പ്രസവിച്ച തള്ളയല്ലേ, അവൻ്റെ അമ്മയല്ലേ ഞാൻ. നിങ്ങൾ അവൻ്റെ അമ്മാവന്മാരും അല്ലയോ? അത് കേട്ടിട്ട് പ്രതാപൻ പറയാം, ഞങ്ങൾ എന്ത് ഉപദ്രവമാണ് ചേച്ചി അവനോട് ചെയ്തിരിക്കുന്നത്? അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ പൊയ്ക്കോട്ടെ. ഏതെല്ലാം തരത്തിൽ അവനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാ? തലവേദനയും നാണക്കേടും അല്ലാതെ വേറെ എന്തെങ്കിലും അവൻ തിരിച്ചു തന്നിട്ടുണ്ടോ? പ്രതാപ, അവൻ്റെ കയ്യിൽ കുഴപ്പമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങളൂടി ഒന്ന് ഉപദേശിക്കണം. അല്ലാതെ അവനെ വഴക്ക് പറയുകയല്ല വേണ്ടത്. അപ്പോൾ രാജുവും ഋതിയെ അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി കണ്ടിട്ട്, ദാണ്ട കുട്ടികൾ വന്നല്ലോ. രാജു പെട്ടെന്ന് പ്രതാപനോട് ചോദിക്കുന്നു, സാറെന്താ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്?
എന്താ നിനക്കറിയാവുന്നതല്ലേ എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന മണ്ണന്നൂരിലെ പ്രോഗ്രാം? നാളെ പോകണം, നീയും ഋതികയും കൂടെ ഉണ്ടാകണം. ഇനി വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്, ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ എന്നും പറഞ്ഞ് ശേഖരനും പ്രതാപനും എഴുന്നേറ്റ് പോവാണ്. ഋതിക അപ്പോൾ പറയുക, അച്ഛൻ്റെ പിണക്കല്ലേശം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അംബിക ഇങ്ങനെ ദേഷിച്ച് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. രാജു ചിരിച്ചുകൊണ്ട് പറയാ, ചുമ്മാതല്ല, ഞാൻ ദിവസം 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട് അതൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി. ഋതികയും രാജുവും പുറത്ത് വന്നു നിന്നുകൊണ്ട് സംസാരിക്കുക. ഋതിക രാജുവിനോട് പറയാം, രാജു മണ്ണന്നൂരിലെ പ്രോഗ്രാമിനെ അമ്മയെ വിളിച്ചാലോ? അത് കേട്ട് ഞെട്ടിയിട്ട് രാജു, അമ്മയോ? എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ച ചടങ്ങാണ് അവിടെ നടക്കുന്നത്, അപ്പോൾ എൻ്റെ അമ്മയും കൂടി വന്നാലെന്താ? എനിക്ക് സന്തോഷമേ ഉള്ളൂ ഋതു, പക്ഷേ അത് വിഷയമാവുമോ? എന്താകാനാ രാജു? അതെ, അമ്മയെ കാണുമ്പോഴേ നിന്റെ അച്ഛന് കലി കയറുമോന്നാ എൻ്റെ പേടി. അതെങ്ങനെയാ രാജു? അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നതല്ലേ. അമ്മ അവിടെ വന്നാലെന്താ? വിളിച്ചു നോക്ക് ഋതു, വരുന്നെങ്കിൽ വരട്ടെ. ഋതിയ പെട്ടെന്ന് പത്മയെ വിളിച്ച് കാര്യം പറയുകയാണ്. അമ്മേ, നാളെയാണ് മണ്ണന്നൂരിലെ പ്രോഗ്രാം, ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, അമ്മ വരുന്നോ? എൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന പ്രോഗ്രാം മോളെ അത്. പണ്ട് ഞാനവിടെ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മ വാമേ. വേണ്ട മോളെ, പ്രതാപേട്ടനെങ്ങനെ കണ്ടാലേ. കാണുവാണെങ്കിൽ കാണട്ടമ്മേ, ഞങ്ങളൊക്കെ ഇല്ലേ. എന്തായാലും അമ്മ വാ. രാജു കൂടെയുണ്ടോ? പിന്നെ രാജുവില്ലാതെ എവിടെ പോകാന്? എന്നാ ശരി, ഞാൻ വരാം മോളെ. എന്താ ഋതു, അമ്മ എന്തു പറഞ്ഞു? അമ്മ വരും രാജു. ഋതിക വളരെ സന്തോഷത്തിലാണ്. രാജു മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുക, എൻ്റെ മണ്ണന്നൂര് മലദേവങ്ങളെ, നാളെ എന്തൊക്കെയാ അവിടെ നടക്കാൻ പോകുന്നത്. ഈ സമയം ദീപക്കും അനന്തംപിള്ളയും ബോംബ് നിർമ്മിക്കുന്നവനും എല്ലാം ചേർന്ന് സംസാരിക്കും. അയാൾ പറയുക, എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ദീപക് തന്നെ സാറിന് കാണിച്ചു തരും. ദീപക് എന്നിട്ട് അനന്തംപിള്ളയോട് പറയും, അങ്കിള് നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് എന്നും പറഞ്ഞ് അവൻ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു കാറിങ്ങനെ ഭം പറഞ്ഞ് കത്തി ജ്വലിക്കുന്നതാണ് കാണുന്നത്. സന്തോഷത്തിൽ ആറാടി അനന്തംപിള്ള പറയുക, കൊള്ളാം മോനെ, മോനിത് ധൈര്യത്തോടെ തന്നെ പ്രവർത്തിപ്പിക്കണം. ഭയം ഇവിടെ 7 അയലത്തൂടി വരാൻ പാടില്ല, അവൻ്റെ ഒരു പൊടി പോലും കാണരുത്, ആ വിധത്തിലായിരിക്കണം ബോംബിങ്. രാജു രാത്രിയിൽ ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുവാണ്. ആ സമയത്ത് ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്ന് ദീപക് ഇറങ്ങുന്നു. അപ്പോൾ രാജു വിചാരിക്കുക, ഇവൻ ഈ പാതിരാത്രിക്ക് എവിടെ പോയിട്ട് വരുക? കണ്ടിട്ട് എന്തോ ഒരു വഴിപ്പശകം ഉണ്ടല്ലോ. ദീപക് കാറിൽ നിന്നിറങ്ങി ഒരു ബാഗും തോളയിലിട്ടുണ്ട് ഇങ്ങനെ നടന്ന് അകത്തോട്ട് പോവുകയാണ്. രാജു വന്ന് ഡോറ് തുറക്കുക. ഡോറ് തുറന്നു നിൽക്കുന്ന രാജുവിനെ കൊണ്ട് ദീപക് ഒന്ന് ഞെട്ടുന്നുണ്ട്. രാജു ഇങ്ങനെ ദീപകിനെ തന്നെ സൂക്ഷിച്ചു നോക്ക്. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല, പാതിരാത്രിക്ക് ദീപക്കളിയൻ എവിടെ പോയിട്ട് വന്നതാ? അതെന്താടാ, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യത്തിന് പോയിക്കൂടെ? ഇതെന്തൊരു നാശവാ. ഓഫീസിൽ വരുമ്പോൾ മാത്രം നീ എന്നെ ഭരിച്ചാൽ മതി കേട്ടല്ലോ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും നീ ഇടപെട്ടേക്കരുത്. നിന്റെ സെറ്റപ്പൊക്കെ എനിക്ക് അറിയാടാ എന്നും പറഞ്ഞ് രാജു ഇങ്ങനെ പറയും. പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് ദീപക് അങ്ങോട്ട് നടക്കാനിറങ്ങുമ്പോൾ നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ് രാജു ദീപകിൻ്റെ തോളിൽ കൈവെക്കുവാണ്. അങ്ങനെ അങ്ങ് പോയാലോ? എന്താടാ, ഈ രാത്രിയിൽ എൻ്റെ വീട്ടിട്ട് നീ എന്നെ തല്ലാനാണോടാ പരിപാടി? എന്താ പറഞ്ഞേ? നിന്റെ വീടോ? ഏത് വകയിൽ? നിന്റെ ഫാദറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഈ വീട്? എടാ നീ കളിക്കല്ലേ വെറുതെ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ബാഗിൽ എന്തുവാ? രാജുവിൻ്റെ ആ ചോദ്യം കേട്ടതും ദീപക് ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താടാ നിന്ന് വിറയ്ക്കുന്നത്? ചുമ്മാതെ പേടിപ്പിക്കാതെ പോടാ എന്ന് പറയുമ്പോൾ ബാഗിങ് എടുക്കടാ എന്നും പറഞ്ഞ് രാജുവും ദീപക്കും കൂടെ ആ ബാഗിന് പിടിവലി നടത്തുവാണ്. രാജു ആ ബാഗ് പിടിച്ചു വലിച്ച് വാങ്ങിച്ച സിബ് തുറക്കുക. തുടരുതെന്ന് പറഞ്ഞ് ദീപക് അലറുവാണ്. അതിൽ നിന്ന് കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ വാരി എറിയുമ്പോഴത്തേക്ക് അംബിക വരുന്നു. എന്താ ഇവിടെ? എന്താടാ നിനക്ക് വല്ലതും കിട്ടിയോടാ അതിനകത്തൊന്നും ഉണ്ടാ? അപ്പോൾ രാജു പറയാം, നിന്നെ അങ്ങനെ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കണമല്ലോ. എന്താ ദീപക്കെ ഇതൊക്കെ എന്നിങ്ങനെ അംബിക ചോദിക്കുമ്പോൾ ദീപക്ക്, അമ്മ കണ്ടില്ലേ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഇവൻ എൻ്റെ ബാഗ് പരിശോധിക്കുക. ഒന്നും അറിയാത്ത ഒരു പാവത്തിനെ പോലെ അംബിക, എന്തിനാടാ രാജു നീ എൻ്റെ മകൻ്റെ പുറകെ നടന്നിങ്ങനെ വേട്ടയാടുന്നത്? അതെന്താണെന്നറിയില്ലേ, ഇവനെ അപകടകാരിയായ ഒരു കാട്ടുമൃഗവാ, അതുകൊണ്ട് തന്നെയാ എന്ന് പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് പോവുകയാണ്. രാജു പോയിക്കഴിഞ്ഞപ്പോൾ അംബിക മകനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെയായിരുന്നു? ദീപക് അങ്ങനെ എന്തൊക്കെയോ രഹസ്യമായിട്ട് അംബികയോട് പറഞ്ഞു കൊടുക്കുവാണ്. ദീപക് പറഞ്ഞതെല്ലാം കേട്ട് അംബിക ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. എന്ത് സംഭവിക്കും, എന്തായിരിക്കും, ആരൊക്കെ മരിക്കും, ആരൊക്കെ രക്ഷപ്പെടും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെന്ന് കണ്ടുപിടിക്കുമോ എന്നുള്ളതൊക്കെ ടെൻഷനിൽ ഇങ്ങനെ അംബിക നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും രാജുവും ഋതികയും കൂടെ ഉള്ളതുകൊണ്ട് മണിക്കുട്ടനെ കിട്ടാത്തത് കൊണ്ടും രാജുവിൻ്റെ ഉള്ളിൽ സംശയമുണ്ട്. അതുകൊണ്ട് രാജു തന്നെ ഈ അപകടം മണത്തറിഞ്ഞ് പ്രതാപനെ രക്ഷിക്കും. പകരം അംബികയായിരിക്കും ആ കാറിൽ കയറുന്നതെന്ന് വിശ്വാസത്തോടെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.